ഇന്ന് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി വെക്കാനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം കുറച്ച് പൊടികൾ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു നാരങ്ങയുടെ പകുതി നീരും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരപ്പ് പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കറിക്ക് കൂടുതലും പച്ചമുളകാട്ടോ ചേർക്കുന്നത്, കുരുമുളക് പൊടി. അപ്പം ഞാൻ ഈ ഒരു മാരിനേറ്റ് ചെയ്ത സമയത്ത് മാത്രമേ ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കത് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 5 എരിവുള്ള പച്ചമുളകാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. 5 ചെറിയ പച്ചമുളകാണ് കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ചേർക്കാം. അപ്പോൾ ഞാനിവിടെ വലിപ്പമുള്ള 1.5 സവോളയാണ് എടുത്തിട്ടുള്ള നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോളയിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുവാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുവാണ്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും കേട്ടോ. അപ്പം ഈ പൊടികളൊന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാനിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നാരങ്ങയുടെ പകുതി നീരും ഉപ്പും കൂടെ ചേർത്താട്ടോ മിക്സാക്കി എടുത്തിട്ടുള്ളത്. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു മസാലയെല്ലാം ചിക്കനിലേക്ക് ഒരുപോലെ ഒന്ന് മിക്സായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി 2ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് 2ാം പാല് ചേർക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് 2ാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് തേങ്ങയാണ് കേട്ടോ. 250 ml കപ്പിൽ 1.5 കപ്പ് തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് 1ാം പാലും 1 കപ്പ് 2ാം പാലും. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് 2ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ടേസ്റ്റും ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുവാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഗ്രേവിയൊക്കെ നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുവാണ്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതിയാകും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ബാക്കിയിരിക്കുന്ന ഒന്നാം പാലും കൂടെ ചേർക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഒന്ന് താളിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് ഞാൻ 4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.